Hello dear students, welcome back to ISKC English. Okay dear students, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് റിപ്പോർട്ടഡ് സ്പീച്ച്, അതായത് മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏതാനും റൂൾസ് അതുപോലെ തന്നെ ചില ചേഞ്ചസ് ആണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഏതാനും എക്സാമ്പിൾസ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നോക്കൂ, ഇനി ഒന്നാമത്തെ കാര്യം പറയുന്നത് ദ വെർബ്സ്, കുറച്ച് വെർബുകൾ. ഏതൊക്കെയാണ് ആ വെർബുകൾ? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ആൻഡ് ഓട്ട് ടു ഇൻ ദ ഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിൽ, അതായത് ചോദ്യത്തില് വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ അതുപോലെ ഓട്ടിറ്റോ ഒക്കെ വരികയാണെങ്കിൽ ഡു നോട്ട് ചേഞ്ച് ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. എന്ത് ചെയ്യരുത്? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ ചേഞ്ച് ചെയ്യണ്ട. അപ്പൊ ഡയറക്റ്റിൽ വന്ന വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഓട്ട് ടു ഇതൊന്നും നമ്മൾ മാറ്റണ്ട. ഇൻഡയറക്റ്റ് എഴുതുമ്പോൾ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതേപോലെ എഴുതാം. ഒരു എക്സാമ്പിൾ, ഗീത സെഡ് ഐ ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. നോക്കൂ, നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഗീത സെഡ് ദാറ്റ്, ഗീത സെഡ് ദാറ്റ് ഷീ ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഇതാണ് ഇൻഡയറക്റ്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്? നമ്മൾ ഗീത സെഡ്, ഗീത എന്നുള്ളതിന് ശേഷം സെഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഗീത സെഡ് ദാറ്റ്. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, ഐ ഷുഡ് സ്റ്റാർട്ട് എന്നാണ്. ഈ ഐ എന്ന് പറഞ്ഞാൽ ഗീത പറയാണ്, ഐ എന്ന് പറഞ്ഞാൽ ഗീത തന്നെയാണ്. ഗീത സെഡ് ദാറ്റ്. നമ്മുടെ ചോദ്യം എന്താ? ഐ ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങേണ്ടതുണ്ടെന്ന് ഗീത പറഞ്ഞു, അല്ലെ? ഗീത സെഡ് ദാറ്റ് ഐ ഷുഡ്, അല്ലെ? ഗീത പറയാണ്, അല്ലെ? ഐ ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. അപ്പൊ നോക്കൂ, ഗീത സെഡ്. ഇനി എന്താണ് ഗീത സെഡ് ദാറ്റ്? അപ്പൊ ഇവിടെ ഇതിലെ റിപ്പോർട്ടിംഗ് വെർബാണ് സെഡ് എന്നുള്ളത്. ഈ റിപ്പോർട്ടിംഗ് വെർബിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട്, അപ്പൊ റിപ്പോർട്ടിംഗ് വെർബിനെ, അതായത് ഇതിലെ സ്പീച്ച് പാർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദാറ്റ് ഉപയോഗിച്ചത്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബാണ് സെഡ്, അതിനെ സ്പീച്ചുമായിട്ട്, സ്പീച്ച് പാർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ദാറ്റ് ഉപയോഗിച്ചു. അങ്ങനെ ഗീത സെഡ് ദാറ്റ്. ഇനി ഷീ ഷുഡ്, ഇവിടെ ഐ എന്നുള്ളത് ഷീനായിട്ട് മാറി. കാരണം ഐ എന്നുള്ളത് ഗീതയാണ്, ഗീത ഒരു സ്ത്രീയാണ്. സോ അതുകൊണ്ടാണ് ഷീന്ന് എഴുതിയത്. സെഡ് ദാറ്റ് ഷീ ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. അവള് ഒരു പുതിയ ബിസിനസ് തുടങ്ങേണ്ടതുണ്ട് എന്നാണ് ഇവിടെ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഷുഡ് എന്നുള്ളത് മാറ്റണ്ടാണ്. ഇവിടെ ഐ ഷുഡ് എന്നാണ്. ഐ ഷുഡ് സ്റ്റാർട്ട്, അതെന്തായി? ഐ എന്നുള്ളത് ഷീനായി, ബാക്കിയൊന്നും മാറ്റല്ല, അതേപോലെയാണ്. അതായത് ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ആൻസർ കറക്റ്റ് ആണ്. ഇനി ഐ ഷുഡ്, ഐ എന്നുള്ളത് ഷീ എന്ന് മാറി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഷുഡ് എന്താക്കാം? വുഡ് ആക്കി മാറ്റാം, ആ പേഴ്സൺ മാറിയപ്പോ. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് ഷീ ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് എന്ന് തന്നെയാണ് ടെക്സ്റ്റിൽ പറയുന്നത്. ഇനി രണ്ടാമത്തേത്, അപ്പൊ അതവിടെ കഴിഞ്ഞു. വുഡ്, ഷുഡിന്റെ ഒക്കെ കാര്യത്തിനുള്ള എക്സാമ്പിൾ. അടുത്തത് മസ്റ്റ് ആണ്. ഇനി മസ്റ്റ് ടു, മസ്റ്റ് ടു, അതായത് മസ്റ്റ് എന്നുള്ളത്, സോറി മസ്റ്റ് ടു അല്ല, മസ്റ്റ് എന്നുള്ളത് ടു ഹാഡ് ടു. മസ്റ്റ് എന്നുള്ളത് നമ്മൾ ഹാഡ് ടു എന്നുള്ളതിലേക്ക് മാറ്റണം. മസ്റ്റ് എന്നുള്ളതിനെ ഹാഡ് ടു. അതായത് ആ ഒരു സെന്റൻസ് പ്രസന്റിലുള്ള ഒരു ആവശ്യമാണ് പറയുന്നതെങ്കിൽ, പ്രസന്റിലുള്ള ആവശ്യമാണ് പറയുന്നതെങ്കിൽ മസ്റ്റിനെ എന്താക്കണം? ഹാഡ് ടു ആക്കണം. നമുക്കൊന്ന് നോക്കാം എക്സാമ്പിൾ.
ഗീത സെഡ്, ഗീത പറയാണ് യു മസ്റ്റ് ഡു ഇറ്റ് നൗ, നീ ഇത് ഇപ്പൊ തന്നെ ചെയ്യണം. യു മസ്റ്റ് ഡു ഇറ്റ് നൗ, ഇപ്പൊ തന്നെ, പ്രസന്റ്. അപ്പൊ പ്രസന്റിൽ വന്നിരിക്കുന്നത് കൊണ്ട് മസ്റ്റിനെ ഹാഡ് ടു ആക്കണം. അപ്പൊ നമ്മൾ ആൻസർ നോക്കാം. ഗീത സെഡ് ദാറ്റ് ഐ ഹാഡ് ടു ഡു, മസ്റ്റ് എന്താക്കി, ഹാഡ് ടു. അപ്പോ ഐ ഹാഡ് ടു ഡു ഇറ്റ് നൗ എന്നുള്ളത് ദെൻ, അത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഐ ഹാഡ് ടു ഡു ഇറ്റ് ദെൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ യു എന്നുള്ളത് ഐ നായി. എന്തുകൊണ്ട്? ഗീത ആരോടാണോ പറയുന്നത് അയാൾ തന്നെയാണ് എന്ത് ചെയ്യണത്, റിപ്പോർട്ട് ചെയ്യണത് കേട്ടോ. അപ്പൊ ആ രീതിയിലായതുകൊണ്ടാണ് യു. കാരണം ഗീത സെഡ് യു മസ്റ്റ് ഡു ഇറ്റ് നൗ, നീ ഇത് ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് ഗീത എന്നോടാണ് പറയുന്നത്. ആ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗീത പറഞ്ഞു എന്ത്, ഐ ഹാഡ് ടു ഡു ഇറ്റ് ദെൻ. അപ്പൊ ഞാനാണ് പറയുന്നത്, അതുകൊണ്ടാണ് യു എന്നുള്ളത് ഞാൻ ഐ ഉപയോഗിച്ചത്. അപ്പൊ പ്രസന്റിലാകുമ്പോ ശ്രദ്ധിക്കുക, സെന്റൻസ് പ്രസന്റിലാണെങ്കിൽ മസ്റ്റ് ഹാഡ് ടു ആയി മാറണം. എന്നാൽ സെന്റൻസ് ഫ്യൂച്ചറിലാണെങ്കിൽ മസ്റ്റ് എന്നുള്ളത് വുഡ് ഹാവ് ടു ആയിട്ട് മാറണം. സെന്റൻസ് ഫ്യൂച്ചർ ആണെങ്കിൽ. എക്സാമ്പിൾ നോക്കൂ, ഗീത സെഡ് യു മസ്റ്റ് ഫിനിഷ് ദ വർക്ക് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച നിർബന്ധമായിട്ടും നീ വർക്ക് ഫിനിഷ് ചെയ്യണം. അടുത്ത ആഴ്ച നീ വർക്ക് ഫിനിഷ് ചെയ്യണം. അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്യൂച്ചർ ആണ്, അടുത്ത ആഴ്ച. അപ്പൊ നമ്മൾ മസ്റ്റ് എന്താക്കി മാറ്റണം, വുഡ് ഹാവ് ടു ആക്കി മാറ്റണം. അപ്പൊ ആൻസർ എന്താ വരിക, ഗീത സെഡ് ദാറ്റ്. ദാറ്റ് ചേർത്തിട്ട് റിപ്പോർട്ടിംഗ് വെർബിനെയും സ്പീച്ചിനെയും കണക്ട് ചെയ്യണം. അങ്ങനെ ഗീത സെഡ് ദാറ്റ് യു മസ്റ്റ് എന്നുള്ളത് ഐ വുഡ് ഹാവ് ടു ഫിനിഷ് ദ വർക്ക് നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കിന് എങ്ങനെ മാറ്റേണ്ടത്, ദ ഫോളോവിങ് വീക്ക്. നെക്സ്റ്റ് വീക്ക് എന്നുള്ളത് ദ ഫോളോവിങ് വീക്ക്. ഇനി മസ്റ്റ് റിമൈൻസ് അൺചേഞ്ച്. നമ്മളിപ്പോ പറഞ്ഞത് മസ്റ്റിന്റെ രണ്ട് മാറ്റങ്ങളാണ്. ഒന്ന് ഹാഡ് ടു, മറ്റൊന്ന് വുഡ് ഹാവ് ടു. ഇനി പറയുന്നത് മസ്റ്റിനെ മാറ്റണ്ട. മസ്റ്റ് മാറ്റമില്ലാതെ അങ്ങനെ തന്നെ എന്തായിരിക്കും, നിലകൊള്ളും. എപ്പോ? പറയുന്ന സെന്റൻസ് ഫ്യൂച്ചറുമല്ല പ്രസന്റുമല്ല ജനറൽ ആയിട്ട് വരുമ്പോൾ, എല്ലാ സമയവും കേട്ടോ. എക്സാമ്പിൾ നോക്കൂ, ഗീത സെഡ് ടു മീ. ഗീത എന്നോട് പറഞ്ഞു. ഗീത സെഡ് ടു മീ, ഗീത എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗീത സെഡ് ടു മീ യു മസ്റ്റ് ഒബേ ദ ട്രാഫിക് റൂൾസ്. നീ ട്രാഫിക് റൂൾസ് പാലിക്കണം. ഇന്നും നാളെയും എന്നും, ആ സെൻസിലാണ്. അങ്ങനെ വരുമ്പോ മസ്റ്റ് മാറണ്ട. അപ്പൊ നോക്കി, ഇവിടെ ഗീത സെഡ് അല്ലേ, ഇവിടെ ഗീത ടോൾഡ് മീ ദാറ്റ്. നമ്മൾ പൊതുവെ ഒരു കാര്യം ചെയ്യണം, സെഡ് എന്നുള്ളത് ടോൾഡ് ആക്കി മാറ്റണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിപ്പോർട്ടിംഗ് വെർബ് സെഡ് ആണെങ്കിൽ, സെഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ് വരികയാണെങ്കിൽ നമ്മൾ അത് ടോൾഡ് ആക്കി മാറ്റണം കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, സാധാരണ സെന്റൻസുകൾ കേട്ടോ. അതാണ് ഇവിടെ ചെയ്തത്. ഗീത ടോൾഡ് മീ ദാറ്റ്, ഗീത എന്നോട് പറഞ്ഞു. അപ്പൊ ഇവിടെ ഞാൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഗീത എന്നെ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് ഞാൻ ഐ എന്നുള്ള പ്രോനൗൺ ഉപയോഗിക്കണം. എന്താ ഗീത പറഞ്ഞത്? യു മസ്റ്റ് ഒബേ. അവിടെ യു എന്നുള്ളത് എന്താക്കി മാറ്റണം? ഞാൻ തന്നെ പറയില്ലേ. അപ്പൊ ഐ മസ്റ്റ് ഒബേ ദ ട്രാഫിക് റൂൾസ്. ഐ മസ്റ്റ് ഒബേ ദ ട്രാഫിക് റൂൾസ്. ഇനി അടുത്തത് റിപ്പോർട്ടിംഗ് ഓഫ് അസേർട്ടീവ് സെന്റൻസുകൾ. അസേർട്ടീവ് സെന്റൻസുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ യൂണിവേഴ്സൽ ട്രൂത്ത് ഉണ്ടായിരിക്കും. എന്തുണ്ടായിരിക്കും? യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്കിവിടെ എന്തൊക്കെയാ പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. അതായത് അസേർട്ടീവ് സെന്റൻസുകളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് if the reporting verb is in the present or future tense, അതിലെ റിപ്പോർട്ടിംഗ് വെർബ് സെഡ്, ടോൾഡ് ഇതുപോലുള്ള വരുന്ന വെർബ്, അതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ആ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റോ ഫ്യൂച്ചറോ ആണെങ്കിൽ
നമ്മള് ആ സ്പീച്ചിലെ വെർബിന്റെ ടെൻസ് മാറ്റണ്ട. കണ്ടോ, ടെൻസ് ഓഫ് ദ സ്പീച്ച് റിമൈൻസ് അൺചേഞ്ച്ഡ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റോ ഫ്യൂച്ചറോ ആണെങ്കിൽ, റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റോ ഫ്യൂച്ചറോ ആണെങ്കിൽ നമ്മൾ അതിന്റെ സ്പീച്ചിന്റെ ടെൻസ് മാറ്റരുത്. അതിലെ പേഴ്സണ് ടൈം മാത്രം മാറ്റിയാൽ മതി, ടെൻസ് മാറ്റണ്ട. എക്സാമ്പിൾ നോക്കൂ. ബെൻ സേസ് ഐ ആം ഡൂയിങ് വെൽ. ബെന്ന് പറയുന്നു ഐ ആം ഡൂയിങ് വെൽ. ആര്? ഐ എന്നോട് ഉദ്ദേശിച്ചത് ബെന്ന് തന്നെ. ബെന്ന് പറയാണ് അവൻ നന്നായിരിക്കുന്നു. ബെന്ന് പറയുന്നു അവൻ തന്നെ, ഞാൻ പറഞ്ഞ ബെൻ തന്നെ. പക്ഷെ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് പ്രസന്റാ. അപ്പൊ നമ്മള് ടെൻസ് മാറ്റരുത്. ആൻസർ നോക്കൂ. ബെൻ സേസ്, ഇനി ദാറ്റ് ഉപയോഗിക്കണം. റിപ്പോർട്ടിംഗ് വെർബിനെയും സ്പീച്ചിനെയും കണക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ അല്ലാത്ത സെന്റൻസുകളിലൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ നമ്മൾ ദാറ്റ് ഉപയോഗിക്കണം കേട്ടോ. ബെൻ സേസ് ദാറ്റ്. ഇനി ഐ മാറ്റണം. മാറ്റിയിട്ട് സേസ് ദാറ്റ് ഹി. ബെൻ ആണല്ലേ, ഹി ഈസ് ഡൂയിങ് വെൽ. ടെൻസ് മാറരുത്. കാരണം ഐന്റെ കൂടെ ആം ഉപയോഗിക്കും. നമ്മൾ ഐ എന്നുള്ളതിനെ ഹി എന്നുള്ള തേർഡ് പേഴ്സൺ സിംഗുലർ, അതായത് മെയിൽ പുരുഷ രൂപത്തിലേക്ക് മസ്കുലിലേക്ക് മാറ്റിയപ്പോ, ഹി എന്നുള്ളതിലേക്ക് മാറ്റിയപ്പോ ആമിനെ നമ്മൾ കറക്റ്റ് പ്രസന്റിലേക്ക്, ടെൻസ് മാറണ്ട, ഈസിലേക്ക് മാറ്റണം. അപ്പൊ ആം എന്നുള്ളത് ഹി ഈസ് ഡൂയിങ് വെൽ. ഇനി നോക്കൂ അടുത്തത്. ഇനി ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതേസമയം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിലോ സ്പീച്ചിന്റെ ടെൻസ് പാസ്റ്റിലോട്ട് മാറ്റണം. കണ്ടോ, ഇഫ് ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ ദ പാസ്റ്റ് ടെൻസ്, ദ വെർബ് ഫോംസ് ഹാവ് ടു ബി ചേഞ്ച്ഡ്. വെർബ് എന്ത് ചെയ്യേണ്ടതുണ്ട്? ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. നോക്കൂ. ഇനി the reporting verb and the reported speech are joined by using the connective. റിപ്പോർട്ടിംഗ് വെർബിനെയും അതുപോലെ തന്നെ സ്പീച്ചിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? കണക്റ്റഡ് ബൈ യൂസിങ് ദ കണക്റ്റീവ് ദാറ്റ്. മറക്കണ്ട. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് ഇത് ക്വസ്റ്റ്യൻ ആവുമ്പോ പാടില്ല കേട്ടോ. ക്വസ്റ്റ്യനിൽ വരുന്ന റിപ്പോർട്ടിംഗ് വെർബാണ് ആസ്ക്ഡ്. അപ്പൊ നമ്മൾ ദാറ്റ് കൊടുക്കരുത്. അല്ലാത്ത കേസുകളിൽ റിപ്പോർട്ടിംഗ് വെർബിനെയും സ്പീച്ചിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണക്റ്റീവ് ആണ് എന്ത്? ദാറ്റ്. മറക്കരുത്. ഒരു എക്സാമ്പിൾ നോക്കൂ. ബെൻ സെഡ്. എന്താ ബെൻ പറയുന്നത്? ഐ ഹാവ് ബോട്ട് എ ന്യൂ ബുക്ക് ഫോർ മൈ ഫ്രണ്ട്. എങ്ങനെയാ നമ്മളിത് പറയാ? ബെൻ സെഡ് ദാറ്റ്. ദാറ്റ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തു. ബെൻ സെഡ് ദാറ്റ്. നോക്കൂ, എന്താ ബെന്ന് പറഞ്ഞ്? ഐ ഹാവ് ബോട്ട്. ഞാൻ വാങ്ങി. ഞാനാണ് വാങ്ങിയത്? അല്ല, ബെന്നാണ് വാങ്ങിയത്. സോ അതിന്റെ സ്ഥാനത്ത് ഹി. ഇനി ഹാവ് ബോട്ട് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ടെൻസ്. ഹാവ് ബോട്ട്. നമുക്കറിയാം റിപ്പോർട്ടിംഗ് വെർബ് സെഡ് എന്നുള്ള പാസ്റ്റ് ആണ്. അപ്പോ ഹാവ് ബോട്ട് എന്നുള്ള പ്രസന്റ് പെർഫെക്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. അപ്പൊ ആൻസർ എങ്ങനെ വരിക? Ben said that he had bought a new book for my friend. എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണോ? അല്ല, ബുക്ക് ഫോർ ഹിസ് ഫ്രണ്ട്. അപ്പൊ മൈ ഫ്രണ്ട് എന്തായിട്ട് മാറണം? ഹിസ് ഫ്രണ്ട്. അതായത് അവൻ പറഞ്ഞപ്പോ ഇങ്ങനെ സെന്റൻസ് വന്നത്, അവന്റെ സുഹൃത്തിനു വേണ്ടി. അല്ല, അവൻ ഇങ്ങനെ പറഞ്ഞത്, എന്റെ സുഹൃത്തിനു വേണ്ടി ഞാൻ ഒരു പുസ്തകം വാങ്ങി. അപ്പൊ നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോ എങ്ങനെ പറയാ? അവന്റെ സുഹൃത്തിന് വേണ്ടി അവൻ ഒരു പുസ്തകം വാങ്ങി. കേട്ടോ, ഹി ഹാഡ് ബോട്ട് എ ന്യൂ ബുക്ക്. ആർക്ക് വേണ്ടിയിട്ട്? ഫോർ ഹിസ് ഫ്രണ്ട്. അവന്റെ ഫ്രണ്ടിന് വേണ്ടി. അല്ലാതെ മൈ ഫ്രണ്ട് അല്ല, ഹിസ് ഫ്രണ്ട്. അവന്റെ ഫ്രണ്ടിനു വേണ്ടി. ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്. ബെൻ സെഡ്. ബെന്ന് പറയണം. എന്താ ബെന്ന് പറയുന്നത്? ഐ ഷാൾ പ്രാക്ടീസ് യോഗ. ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ നമുക്കിത് റിപ്പോർട്ട് ചെയ്യാം.
ബെൻ സെഡ് ദാറ്റ്. ബെന്ന് പറയാണ്, എന്താ ബെന്ന് പറയുന്നത്? ബെൻ സെഡ് ദാറ്റ് ഐ ഷാൾ പ്രാക്ടീസ്. ഐ ഷാൾ ഞാനാണോ? ഐ ഷാൾ പ്രാക്ടീസ് ഞാനല്ല, ആരാ? ഹീനാവുമ്പോ ഷാൾ എന്താവണം? ഷുഡ് ആവണം. ഞാൻ നേരത്തെ പറഞ്ഞു ഷുഡ് എന്താവണം? വുഡ്. അപ്പൊ ഹി വുഡ് പ്രാക്ടീസ് യോഗ. ഇവിടെ ഐ വന്നപ്പോ ഐ ഷാളാ വന്ന്. ഐ വന്നപ്പോ എന്താ വന്നത്? ഐ ഷാള്. നമ്മളത് എന്താക്കി മാറ്റി? ഷാള് അതിന്റെ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഷുഡാണ്, പക്ഷേ ആ ഐ എന്നുള്ളത് ഹീനായിട്ട് മാറി. അപ്പൊ ഷുഡിന് പകരം ഹി വുഡ് പ്രാക്ടീസ് യോഗ. നോക്കൂ ഇനി, when reporting യൂണിവേഴ്സൽ ട്രൂത്ത് ഓർ പ്രോവർബ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസേർട്ടീവ് സെന്റൻസ് ആണ്. ഇനി അസേർട്ടീവ് സെന്റൻസിൽ നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്തോ പ്രോവർബോ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെക്കാം. നമ്മൾ വല്ല പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ പ്രാപഞ്ചിക സത്യം, യൂണിവേഴ്സൽ ട്രൂത്ത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വെർബിന്റെ ടെൻസ് മാറ്റരുത്, പ്രസന്റിൽ പറയണം. വെർബ് മാറ്റാൻ പാടില്ല കേട്ടോ. ഇപ്പൊ എക്സാമ്പിള് വേർഡ്സ്വർത്ത് പറഞ്ഞു. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താ. എന്താ വേർഡ്സ്വർത്ത് പറഞ്ഞത്? The child is the father of man. The child is the father of man. അപ്പൊ ഇവിടെ the child is ആണ് ഇവിടുത്തെ വെർബ്, മാറ്റാൻ പാടില്ല. The യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അപ്പൊ നമ്മൾ ആൻസർ ഇങ്ങനെയാണ് എഴുതേണ്ടത്. വേർഡ്സ്വർത്ത് സെഡ് ദാറ്റ്. നമുക്ക് ആ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധനം ഇവിടെ വേർഡ്സ്വർത്ത് സെഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇൻവെർട്ടർ കോമയിലാണ് ഇത് വന്നിട്ടുള്ളത്. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. അത് ഇൻവെർട്ടർ കോമയിലാണ്. നമ്മൾ ആ ഇൻവെർട്ടർ കോമ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒഴിവാക്കണം, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? വേർഡ്സ്വർത്ത് സെഡ് ഇനി റിപ്പോർട്ടിംഗ് വെർബിനെ കണക്ട് ചെയ്യണം യൂസിങ് ദാറ്റ്. വേർഡ്സ്വർത്ത് സെഡ് ദാറ്റ്. എന്താ വേർഡ്സ്വർത്ത് പറഞ്ഞത്? ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. അവിടെ ഈസ് മാറ്റരുത്, വാസാക്കണ്ട, കാരണം അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇനി ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ഇതൊരു പഴഞ്ചൊല്ല. ആക്ഷൻസ് സ്പീക്ക് അല്ലേ? സെഡ് ഹി തിരിച്ചെഴുതാ. എങ്ങനെ എഴുതണ്ടേ? ഹി സെഡ് ദാറ്റ് കണക്റ്റീവ്. ഹി സെഡ് ദാറ്റ് ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. പാസ്റ്റിക്ക് മാറ്റണ്ട കേട്ടോ. ഇനി നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ if the reporting verb is in the direct speech is said to. ഇനി ഡയറക്റ്റ് സ്പീച്ചിൽ സെഡ് ടു എന്നാണ് വരുന്നതെന്ന് വെക്കാം. സെഡ് ടു, ഇന്ന ആളോട് പറഞ്ഞു, സെഡ് ടു. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എന്താക്കി മാറ്റണം? ടോൾഡ് ആക്കി മാറ്റണം. സെഡ് ടു എന്നുള്ളത് ടോൾഡ്, സെഡ് ടു എന്നുള്ളത് എന്താക്കി മാറ്റണം? ചോദ്യത്തിൽ സെഡ് ടു വരികയാണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് മാറ്റുമ്പോൾ, ഉത്തരത്തേക്ക് മാറ്റുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു ഉത്തരത്തേക്ക് മാറ്റുമ്പോൾ സെഡ് ടു എന്നുള്ളത് ടോൾഡ് ആക്കി മാറ്റണം. എക്സാമ്പിൾ നോക്കൂ. ബെൻ സെഡ് ടു മീ. ബെൻ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ സോ യുവർ മദർ യെസ്റ്റർഡേ. ഐ സോ യുവർ മദർ യെസ്റ്റർഡേ. അപ്പൊ നമ്മള് സെഡ് ടു മീ മാറ്റുക. എന്നിട്ട് എന്താക്കുക? ബെൻ ടോൾഡ് മീ. ബെൻ എന്നോട് പറഞ്ഞു. കണക്ഷൻ ദാറ്റ്. ഇനി ഐ സോ ഞാനാണോ കണ്ടത്? അല്ല, ഹി. അവനല്ല കണ്ടത്, അവ ഹി. ഇനി സോ എന്നുള്ളത് പാസ്റ്റ് ആണ്. പാസ്റ്റ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ്. ഇത് പഠിച്ചു വെക്കണം, എന്നാലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് മാറ്റുക? സോ എന്നുള്ളതിനെ ഹി ഹാഡ് സീൻ. ആര്? യുവർ മദർ. യുവർ മദർ ആരാ? എന്റെ അമ്മ. അപ്പൊ അത് എങ്ങനെ മാറ്റണം? മൈ മദർ. യെസ്റ്റർഡേ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ. മൈ മദർ ദ പ്രീവിയസ് ഡേ. അപ്പൊ ഇവിടെ മൈ മദർ വരാനുള്ള കാരണം ബെൻ എന്നോട് പറഞ്ഞത് ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്യാണ്. എന്നോടാണ് ബെന്ന് പറഞ്ഞത്, പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട് ഇവിടെ. ബെൻ സെഡ് ടു മീന. മീനയോടാണ് പറഞ്ഞത്, എന്നോടല്ല. ബെൻ സെഡ് ടു മീന ഐ ഹാവ് ഓൾറെഡി വാച്ച്ഡ് ദിസ് മൂവി. ഞാൻ ഈ മൂവി കണ്ടുവെന്ന്.
ബെന്ന് മീനയോട് പറഞ്ഞു. അപ്പൊ എന്നോടല്ല, റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനും അല്ല. അപ്പൊ ഒന്ന് നോക്കി നോക്കൂ. ബെൻ ടോൾഡ് ടു മീന, സെഡ് ടു മീന, സെഡ് ടു എന്നുള്ളത് എന്താക്കി? ടോൾഡ്. ടോൾഡ് ടു മീന ദാറ്റ് ഐ ഹാവ് ഓൾറെഡി വാച്ച്ഡ്. ഞാനാണോ കണ്ടത്? അല്ല, ബെന്നാണ് സിനിമ കണ്ട ആളല്ലേ. അപ്പൊ ബെന്നാണല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ മാറ്റണം? ഹി ഹാഡ്. ഹാവ് ഓൾറെഡി വാച്ച്ഡ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആണ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് മാറ്റണം. ഹി ഹാഡ് ഓൾറെഡി വാച്ച്ഡ് ദിസ് മൂവി. ഈ മൂവി അല്ല, ആ മൂവി. അപ്പൊ എങ്ങനെ മാറ്റുക? ദാറ്റ് മൂവി കേട്ടോ. ദിസ് മൂവി എന്താക്കണം? ദാറ്റ് മൂവി. ഓക്കെ, നോക്കൂ. ഇനി നമ്മൾ ഇവിടൊക്കെ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിച്ചത് സെഡ് എന്നുള്ളത് ടോൾഡ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കേണ്ടത് സന്ദർഭം നോക്കിയിട്ടാണ്. കണ്ടോ? ബിസൈഡ് സെഡ്, ടോൾഡ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബുകള് സെഡും ടോൾഡും കൂടാതെ ഇവയ്ക്ക് പുറമെ താഴെ പറയുന്ന റിപ്പോർട്ടിംഗ് വെർബുകൾ കൂടി സന്ദർഭം അനുസരിച്ച് ഉപയോഗിക്കാം. നമ്മളെ സെന്റൻസ് എങ്ങനെ വരുന്നത് നോക്കാം. സെന്റൻസ് ചോദ്യമാണോ? അപ്പൊ സെഡും ടോൾഡും പറ്റില്ല. സെന്റൻസ് ഒരു കമാൻഡ് ആണോ? പറ്റില്ല. റിക്വസ്റ്റ് ആണോ? അപ്പൊ അതിനനുസരിച്ചിട്ട് ആശ്ചര്യമാണോ? അപ്പോൾ കോണ്ടെക്സ്റ്റ് നോക്കണം. അതായത് നമ്മൾ സെന്റൻസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബുകൾ മാറ്റണം. ചോയ്സ് നോക്കൂ. അഫേംഡ്, ആർഗ്യൂഡ്, കംപ്ലൈൻഡ്, ഡിക്ലൈൻഡ്, റിമാർക്ക്ഡ്, ആൻസ്വേർഡ്, അഷ്വേർഡ്, ഇത്തരത്തിൽ. ഇനി ഒരാളൊരു ചോദ്യം ചോദിക്കാം, അതിന്റെ മറുപടി ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് ആൻസ്വേർഡ് അല്ലെങ്കിൽ റിപ്ലൈഡ്. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മറുപടിക്ക് റിപ്ലൈഡ് എന്നുള്ളത്. അപ്പൊ എല്ലായിടത്തും ടോൾഡും സെഡും അല്ല ഉപയോഗിക്കേണ്ടത്. നമ്മൾ കോണ്ടെക്സ്റ്റ് നോക്കണം. പറയുന്ന സെന്റൻസ് ഏത് തരമാണ്, അതിന്റെ നേച്ചർ എന്താ. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ. ബെൻ സെഡ് ടു റാം. ബെൻ റാമിനോട് പറഞ്ഞു. എന്താ പറഞ്ഞ്? ഐ വിൽ ഹെൽപ്പ് യു ഷുവർലി. അല്ലേ, ഞാൻ നിന്നെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പൊ ഇവിടെ ഇത് കേവലം പറയലല്ല, ഇതൊരു ഉറപ്പ് കൊടുക്കലാണ്. അപ്പൊ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് മാറ്റണം. ടോൾഡ് അല്ല വേണ്ടത്. പിന്നെയോ ബെൻ അഷ്വേർഡ് റാം. അഷ്വർ ചെയ്തു, ഉറപ്പ് കൊടുത്തു. കണ്ടോ? അഷ്വർ. എന്തുകൊണ്ടാണ്? ഐ വിൽ ഹെൽപ്പ് യു ഷുവർലി എന്നുള്ള സെന്റൻസിന്റെ ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ്, അതിന്റെ തരം, അതിന്റെ നേച്ചർ. കാരണം അതൊരു കാര്യം ഉറപ്പ് കൊടുക്കുകയാണ്, പ്രോമിസ് കൊടുക്കുകയാണ്, ഉറപ്പ് കൊടുക്കുകയാണ്. പ്രോമിസ് അല്ല, ഒരു കാര്യം വാക്ക് കൊടുക്കുകയാണ്, ഉറപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ട് അഷ്വേർഡ്, ഉറപ്പ് കൊടുത്തു. എന്ത്? ഐ വിൽ ഹെൽപ്പ്, ഞാൻ സഹായിക്കുന്നതാണോ? അല്ല. ഹി വുഡ് ഹെൽപ്പ് യു, നിന്നെ അല്ല അവനെ. ഹെൽപ്പ് ഹിം ഷുവർലി. കേട്ടോ? ഇത് നോക്കൂ. അടുത്തത് റിപ്പോർട്ടിംഗ് ഓഫ് ഇമ്പറേറ്റീവ് സെന്റൻസുകൾ. ഇമ്പറേറ്റീവ് സെന്റൻസിന് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? അതായത് റിക്വസ്റ്റും കമാൻഡും വന്നു കഴിഞ്ഞാൽ, ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റും കമാൻഡും. നോക്കൂ. വെൻ റിപ്പോർട്ടിംഗ് ഇമ്പറേറ്റീവ് സെന്റൻസസ്, ഇമ്പറേറ്റീവ് സെന്റൻസിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദ ഫോളോയിങ് റിപ്പോർട്ടിംഗ് വെർബ്സ് ഷുഡ് ബി യൂസ്ഡ്. ഏതൊക്കെ റിപ്പോർട്ടിംഗ് വെർബുകൾ ഉപയോഗിക്കാം? ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമുക്ക് ആസ്ക്ഡ് ഉപയോഗിക്കാം, ഓർഡേർഡ് ഉപയോഗിക്കാം, കമാൻഡഡ്, റിക്വസ്റ്റഡ്, അപ്പോളജൈസ്ഡ്, സജസ്റ്റഡ്, പ്രൊപ്പോസ്ഡ്, അഡ്വൈസ്ഡ്, വാണ്ട്, വാൺ ചെയ്യാം, എംപ്ലോർഡ് യാചിക്കുക, ബെഗ്ഡ്, ഇൻവൈറ്റഡ്, എൻകറേജ്ഡ്, റിമൈൻഡഡ്, ഏർജ്ഡ്. ഇത് നമ്മൾ സെന്റൻസ് ഏത് തരാൻ നോക്കണം. സെന്റൻസ് ഒരു കമാൻഡാന്ന് വെക്കാം, എന്നാൽ നമുക്ക് കമാൻഡഡോ ഓർഡേർഡോ കൊടുക്കാം. സെന്റൻസ് ഒരു നിർദ്ദേശം, സജഷൻ ആണെന്ന് വെക്കാം, അപ്പൊ സജസ്റ്റഡ്. ഇനി സെന്റൻസ് ഒരു സോറി പറയാന്ന് വെക്കാം, മാപ്പ് പറയുകയാണെങ്കിൽ അപ്പോളജൈസ്ഡ്. ഇനി ഒരു റിക്വസ്റ്റ് ആണെങ്കിലോ റിക്വസ്റ്റഡ്. അപ്പോ യാചിക്കുകയാണെങ്കിലോ ബെഗ്ഡ്. അപ്പൊ നമ്മൾ നോക്കണം ആ സെന്റൻസിനകത്ത് എന്താണ് പറയുന്നത്. കേട്ടോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആൻ സെഡ് ടു ഹെർ ഫ്രണ്ട്. ആന് അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ് വർക്ക്. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ദയവ് ചെയ്ത് എന്നെ അനുവദിക്കുക. അതൊരു അഭ്യർത്ഥനയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്.
അപ്പൊ നമ്മൾ ഇവിടുത്തെ സെറ്റ് ഒഴിവാക്കിയിട്ട് ആൻഡ് റിക്വസ്റ്റഡ് ഹെർ ഫ്രണ്ട്, റിക്വസ്റ്റഡ് ഹെർ ഫ്രണ്ട്. ഇനി ഈ പ്ലീസ് എന്നുള്ളത് ഡയറക്റ്റ് സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേണ്ട. ഇത് നോക്കൂ, ലെറ്റ് മീ കംപ്ലീറ്റ് ദിസ് വർക്ക്. ലെറ്റ് മീ കംപ്ലീറ്റ് ഇതൊരു വെർബ് വെച്ചാണ് തുടങ്ങുന്നത്, ഒരു വെർബ് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ആ വെർബിന്റെ കൂടെ ടു ചേർക്കുക, വെർബിന്റെ കൂടെ ടു ചേർക്കുക. ടെൻസ് ഒരിക്കലും മാറ്റരുത്. ഇമ്പരേറ്റീവ് സെന്റൻസ് റിക്വസ്റ്റോ കമാൻഡോ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ടെൻസ് മാറ്റരുത്. അതിന് പകരം അതിന് തന്നിരിക്കുന്ന വെർബിന്റെ മുന്നിൽ ടു ചേർക്കുക. ഇപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ, ആ സെന്റൻസ് നോക്കിയിട്ട് റിക്വസ്റ്റഡ്, അതിനുശേഷം ആളെ പേര്, ആരോടാ റിക്വസ്റ്റ് ചെയ്തത്? ഹെർ ഫ്രണ്ടിനോട്. എന്താ റിക്വസ്റ്റ് ചെയ്തത്? പിന്നെ ലെറ്റ് മീ. അപ്പോ ലെറ്റ് എന്നുള്ളതാണ് V1 വെർബ്, അതിന്റെ മുന്നിൽ ടു ചേർക്കുക. ടു ലെറ്റ് മീ എന്നുള്ളത്, ഇവിടെ മീ ആരാ? അവള് തന്നെ. ആര്? അതായത് ആൻ ഫ്രണ്ടിനോട് പറഞ്ഞു എന്നെ. ടു ലെറ്റ് ഹെർ കംപ്ലീറ്റ് ദിസ് വർക്ക് അല്ല ദാറ്റ് വർക്ക്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടെൻസ് മാത്രം മാറ്റരുത്. ടെൻസ് മാറ്റാതെ, അതായത് സെന്റൻസ് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണോ ടെൻസ് മാറ്റരുത്. വെർബിന്റെ മുന്നിൽ ടു ചേർക്കുക. അതായത് പേഴ്സന്റെയും ടൈമിന്റെയും എക്സ്പ്രഷൻസ് മാറ്റുക. ടെൻസ് ഒരിക്കലും മാറ്റരുത്. അടുത്തൊരു എക്സാമ്പിള്, ഡോണ്ട് ഗോ ഔട്ട്സൈഡ്, പുറത്തേക്ക് പോവരുത്. സെറ്റ് ആൻ ടു ചൈൽഡ്, ആന് കുട്ടികളോട് പറഞ്ഞു. ഇത് നോക്കുക, പറഞ്ഞു പറഞ്ഞ കുട്ടികളോട് ആവശ്യപ്പെടുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഓർഡേഡ് കൊടുക്കാം, കുട്ടികളോട് ഓർഡർ ഇട്ടു എന്ന്. അല്ലെ കുറച്ചുകൂടി നല്ലത് എന്താണ്? ആസ്ക്ഡ്, ആവശ്യപ്പെട്ടു കേട്ടോ. ഇനി നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം, ഇവിടെ ഡോണ്ട് ആണ്. ഡോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡു പ്ലസ് നോട്ട് ആണ് എന്ത്? ഡോണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഡോണ്ടിനെ ഒഴിവാക്കുക. എന്നിട്ട് റിപ്പോർട്ടിംഗ് വെർബിന്റെ ശേഷം റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞാൽ, റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഏതാത്? ആസ്ക്ഡ്. നമ്മൾ നമുക്ക് പറ്റിയ റിപ്പോർട്ടിംഗ് വെർബ് സെലക്ട് ചെയ്തു, ആസ്ക്ഡ്. അതിനുശേഷം ഡോണ്ട് ഒഴിവാക്കിയിട്ട് പകരം നമ്മൾ ചേർക്കേണ്ടത്, മറക്കരുത്, നെഗറ്റീവ് വന്നാൽ നോട്ട് ടു. ഏതാ ചേർക്കേണ്ടത്? നോട്ട് ടു. അപ്പൊ എങ്ങനെ വരിക? ആരാണ് ആവശ്യപ്പെട്ടത്? ആൻ ആസ്ക്ഡ് ദ ചൈൽഡ്. എന്താണ് ആവശ്യപ്പെട്ടത്? നോട്ട് ടു ഗോ ഔട്ട്സൈഡ്, പുറത്തേക്ക് പോവരുത്. നോട്ട് ടു ഗോ ഔട്ട്സൈഡ്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പൊ ഇത്തരത്തിൽ നെഗറ്റീവ് സെന്റൻസുകൾ വരികയാണെങ്കിൽ അത്തരം സെന്റൻസുകളിൽ ഒന്നുകിൽ നിങ്ങൾക്ക് നോട്ട് ടു ഗോ, അതായത് ഉദ്ദേശിച്ചത് നോട്ട് പ്ലസ് ടു പ്ലസ് ഇൻഫിനിറ്റീവ്. നോട്ട് പ്ലസ് ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് എന്ത്? അതായത് ബേസ് ഫോം ഓഫ് ദി വെർബ്. നോട്ട് പ്ലസ് ടു പ്ലസ് എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ്, അതായത് ബേസ് ഫോം ഓഫ് ദി വെർബ് ടു. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ നോട്ട് പ്ലസ് ടു ഇൻഫിനിറ്റീവ്. നോട്ട് പ്ലസ് ടു ഇൻഫിനിറ്റീവ്, അതാണ് എന്ത്? നോട്ട് പ്ലസ് ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ് നോട്ട് ടു ഗോ. നോട്ട് ടു ഗോ. അല്ലെങ്കിൽ പിന്നെ ഒരു രീതി ഉണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് വെർബായിട്ട് ഫോർബെയ്ഡ് ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം? റിപ്പോർട്ടിംഗ് വെർബായിട്ട് ഫോർബെയ്ഡ്. ഫോർബെയ്ഡ് ഉപയോഗിച്ചാൽ പിന്നെ നോട്ട് വേണ്ട. കാരണം ഫോർബെയ്ഡിന് അർത്ഥം അങ്ങനെ ചെയ്യുന്നത് വിലക്ക് ചെയ്യരുതെന്നാണ്. അതായത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് വരിക എന്നൊന്ന് നോക്കാം. അതായത് ആൻ, ഇനി ഇതിൽ വന്നിരിക്കുന്ന ആസ്ക്ഡ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വെർബ് മാറ്റിയിട്ട് അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഫോർബെയ്ഡ് കൊടുക്കണം. ആ ഫോർബെയ്ഡിന്റെ നമ്മൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ ഫോർബിഡ്, ആൻഡ് ഫോർബിഡ് ദ ചൈൽഡ് ടു ഗോ ഔട്ട്സൈഡ്. അതായത് കുട്ടി പുറത്തേക്ക് പോകുന്നത് ആൻ വിലക്കി. അപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ
വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാ ആളുകളും ക്ലാസ് കംപ്ലീറ്റ് ആയി കണ്ട ശേഷം ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.